ഇപ്പോഴും പണ്ടത്തെ പച്ചപ്പ് അതുപോലെ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ പ്രത്യേകത. ഒരുപക്ഷെ ഇറ്റാലിയൻ ഗ്രാമങ്ങളെക്കാൾ കൂടുതൽ സൗന്ദര്യമുണ്ട് ഫ്രാൻസിലെ ഗ്രാമങ്ങൾക്കെന്ന് എനിക്ക് തോന്നുന്നു. നല്ല വൃത്തി, വെടിപ്പ്, സുഗന്ധം പേറുന്ന കാറ്റേറ്റ് നടക്കുമ്പോൾ തണുപ്പ് വന്ന് തൊടുന്ന അതിസുന്ദരമായ അനുഭവം, ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ദൈവത്തിൻ്റെ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിറഞ്ഞിടമെന്ന് നമ്മൾ ഈ നാടിനെക്കുറിച്ചും പറയും. ആ നാട്ടുകാരെയും ലോകം മുഴുവനെയും സ്വർഗത്തിലേക്കുള്ള വഴിയിലേക്ക് കൈപിടിച്ച് നടത്തി സ്വർഗത്തോളം അവരെ ഉയർത്തുവാൻ ഈ വിശുദ്ധന് സാധിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ പുണ്യകർമ്മം. ഈ പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശ്രമം കൊള്ളുന്നു. 31 വർഷം വിയാനിയച്ചൻ കുർബാന ചൊല്ലിയത് ഇവിടെ ഉണ്ടായിരുന്ന കൊച്ചു പള്ളിയിലായിരുന്നു. ഇപ്പോൾ അതിസുന്ദരമായ ബസിലിക്കയായിട്ട് ഇത് രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഈ ബസിലിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിയാനിയച്ചൻ്റെ ഭൗതിക ശരീരം അഴുകാത്ത വിധത്തിൽ 165 വർഷങ്ങളായിട്ട് ഈ പള്ളിക്കകത്തുണ്ട്. പ്രധാന അൾത്താരയുടെ ഏറ്റവും മുകളിലായിട്ട് അതിസുന്ദരമായിട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ഈ ഭൗതിക ശരീരം ആളുകൾ ധാരാളമായിട്ട് വന്ന് വണങ്ങുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരവും ഒട്ടും അഴുകാത്ത വിധത്തിൽ അവിടെ ഉണ്ട്.